ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ബ്രെഡ് ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള നല്ല വലിയ സൈസ് ബ്രെഡാണ്. അതിൻ്റെ അരികെ ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റുക. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടിച്ചെടുത്ത ബ്രെഡ് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ അല്പം മല്ലിയില, അതുപോലെ ജിഞ്ചർ ഗാർലിക് പൗഡർ, ഗരം മസാല പൗഡർ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എരിവുള്ള ഏത് സ്നാക്കിലേക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കടന്നു വരാതെ നമുക്ക് ഒരാഴ്ചയോളൊക്കെ കിട്ടും. തണുത്തൊന്നും പോവില്ല. അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ ഒരാഴ്ചയൊക്കെ നിൽക്കും. ഇപ്പോൾ കറിവേപ്പിലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ റോളിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി പാൻ അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ളത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാനിവിടെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത ചിക്കന് നമുക്ക് ഇതുപോലെ ഒന്ന് പിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ റോളിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണ്ടത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീർ ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ പച്ചപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയായി. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അരികെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ, ബ്രെഡ് എടുത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു പാത്രം മുകളിൽ വെച്ച് ഇനി സ്റ്റീം ചെയ്തെടുക്കണം. അതിൻ്റെ 2 സൈഡും ഒന്ന് ആവി കയറ്റിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടോടെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ഓരോ ബ്രെഡും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ടയുടെ ആവശ്യം വരുന്നുണ്ട്. അതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ പരത്തി വെച്ച ബ്രെഡിലേക്ക് ഫില്ലിങ്സ് 1 ടീസ്പൂണായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ
എടുത്ത് വെച്ച മുട്ടയുടെ മിക്സിൽ നിന്ന് ഇതിൻ്റെ അരികിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുട്ടയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഓരോന്ന് മാറ്റി വെക്കാം. അതിൻ്റെ സൈഡിൽ നമുക്ക് അതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഉരുട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഇതുപോലെ തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചിക്കൻ റോൾ രണ്ട് രീതിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റട്ടെ. ഇതുപോലെ ബ്രെഡ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ചിക്കൻ റോൾ അതുപോലെ തന്നെ മുട്ടയുടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരാം. വലിയ ബ്രെഡ് വെച്ചിട്ടും ചെറിയ ബ്രെഡ് വെച്ചിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും. വലിയ ബ്രെഡ് വെച്ചിട്ട് നല്ല ഇനി ഇത് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരാം. രണ്ട് സൈഡ് ഒന്ന് മരിപ്പിച്ചെടുത്താൽ കളർ മാറി കിട്ടിയാൽ തന്നെ വേഗം റെഡിയാവും. ഇപ്പം നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല, നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.